ഹായ് ഫ്രണ്ട്സ്, ബജറ്റ് ദിവസം പൊതുവെ കാണിക്കാറുള്ളത് പോലെ വളരെ ഫ്ലാറ്റായ യാതൊരു ആവേശവും കാണിക്കാത്ത ഒരു പ്രതികരണമാണ് ഇന്ന് നമ്മൾ മാർക്കറ്റിൽ കണ്ടത്. നിഫ്റ്റി 26 പോയിന്റ് ഡൗൺ ആയിട്ട് 0.11% നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. അതായത് 23,482 എന്ന ലെവലിലാണ് നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ബഡ്ജറ്റിൽ പ്രാധാന്യം ലഭിച്ച സെക്ടറുകളെ കുറിച്ചും ചില സ്റ്റോക്കുകളിൽ അത് സൃഷ്ടിച്ചിട്ടുള്ള ചലനങ്ങളെക്കുറിച്ചും ഒക്കെയാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. R4iലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ബഡ്ജറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇൻകം ടാക്സിൽ ഉണ്ടായിട്ടുള്ള ഇളവാണ്. 12 ലക്ഷം വരെയുള്ളവർക്ക് യാതൊരുവിധ ഇൻകം ടാക്സും കൊടുക്കേണ്ട എന്നുള്ള ആ ഒരു പ്രഖ്യാപനം മിഡിൽ ക്ലാസ്സിൽ അത് വലിയൊരു റിലീഫായിട്ടാണ് പൊതുവെ ജനങ്ങൾ കാണുക. അപ്പോൾ മിഡിൽ ക്ലാസ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഏറ്റവും വലിയൊരു നികുതി ഇളവാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു വർഷം ആനുവൽ ഇൻകം 12 ലക്ഷം വാങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 70,000 രൂപയോളം അദ്ദേഹത്തിന് ലാഭിക്കാൻ പറ്റും. 25 ലക്ഷം ശമ്പളം വാങ്ങുന്നവർക്ക് 1.1 ലാക്ക് രൂപയുടെ ഒരു നേട്ടവും ഇതിലൂടെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ടാക്സ് ഇളവിലൂടെ മധ്യവർഗത്തിൻ്റെ ഇടയിലേക്ക് പണം ഒഴുക്കാനാണ് സർക്കാർ തീരുമാനിച്ചത്. അപ്പോൾ മധ്യവർഗത്തിൻ്റെ അല്ലെങ്കിൽ മിഡിൽ ക്ലാസിൻ്റെ കയ്യിലേക്ക് പണം എത്തുന്നതോടുകൂടി മാർക്കറ്റിലേക്ക് കൂടുതൽ പണം ഇറങ്ങുകയും അങ്ങനെ നമ്മുടെ കൺസംഷൻ ഉയരുകയും ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് മൊത്തത്തിലുള്ളത്. അപ്പോൾ ഈ ഒരു പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് FMCG സെക്ടറിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. 3.17% ഒരു മുന്നേറ്റം ആ ഇൻഡെക്സിൽ നമുക്ക് കാണാൻ പറ്റും. ആ ഇൻഡെക്സിലുള്ള 16 സ്റ്റോക്കുകളിൽ 15 സ്റ്റോക്കുകളും ഇന്ന് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. അപ്പോൾ അവിടെ കാണാൻ പറ്റും റാഡിക്കോ കേത്താൻ, അതുപോലെ ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സ്, യുണൈറ്റഡ് സ്പിരിറ്റ്സ്, ITC ഹോട്ടൽസ്, വരുൺ ബീവറേജ് ലിമിറ്റഡ് തുടങ്ങിയിട്ടുള്ള പല FMCG സ്റ്റോക്കുകളും നല്ല തോതിൽ റാലി നടന്നതായിട്ട് കാണാം. അവിടെ ബൽറാംപൂർ ചീനി എന്നുള്ള ആ ഇൻഡെക്സിലെ ആ ഒരു സ്റ്റോക്ക് മാത്രമാണ് നമുക്ക് നെഗറ്റീവിൽ ക്ലോസ് ആയിട്ട് കാണാൻ പറ്റുക. ഇതേപോലെ തന്നെ കൺസ്യൂമർ ഡ്യൂറബിൾ സെഗ്മെൻറ്റിലും നല്ല തോതിലുള്ള മുന്നേറ്റം ഉണ്ടായി. വോൾട്ടാസ്, വേൾപൂൾ, അതുപോലെ ഹെവൽസ് തുടങ്ങി പല ഹോം അപ്ലയൻസ് സെഗ്മെൻറ്റിലുള്ള കമ്പനികളിലൊക്കെ നല്ല മുന്നേറ്റം നമുക്ക് കാണാൻ പറ്റും. കൂടാതെ സൊമാറ്റോ, സ്വിഗ്ഗി പോലെയുള്ള ഫുഡ് പ്ലാറ്റ്ഫോം സ്റ്റോക്കുകളിലും നല്ലൊരു മുന്നേറ്റം ഇന്നുണ്ടായി. അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഈ ഒരു ടാക്സുകളുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ജനങ്ങളുടെ ഇടയിൽ നല്ല തോതിലുള്ള ബൈങ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കുമെന്നും അതുവഴി ഈ സ്റ്റോക്കുകളിലൊക്കെ നല്ല തോതിലുള്ള പ്രോഫിറ്റബിലിറ്റി ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഈ സ്റ്റോക്കിലുള്ള ഒരു മുന്നേറ്റത്തിന് കാരണമായിട്ടുള്ളത്. ഇതേപോലെ തന്നെ മറ്റൊരു സെഗ്മെൻറ്റ് നല്ല രീതിയിൽ മുന്നോട്ട് വന്നത് കാണാൻ പറ്റുന്നത് റിയാലിറ്റി സെഗ്മെൻറ്റാണ്. അപ്പോൾ ഇവിടെ ആ ഒരു മുന്നേറ്റത്തിന് കാരണമായത് ഈ വാടക ഇനത്തിൽ ലഭിക്കുന്ന ഇൻകം, അതായത് 6 ലക്ഷത്തിന് മുകളിൽ ടാക്സ് പേയിങ് ഇൻഡിവിജ്വൽസിന് മാത്രമേ TDS പിടിക്കുകയുള്ളൂ എന്നുള്ള ആ ഒരു പ്രഖ്യാപനം തീർച്ചയായിട്ടും റിയൽ എസ്റ്റേറ്റ് സെഗ്മെൻറ്റിൽ വലിയ ബൂസ്റ്റാണ്. കാരണം ഇത് 2,40,000 എന്ന ലെവലിൽ നിന്നാണ് ഒറ്റയടിക്ക് 6 ലക്ഷമായിട്ട് ഉയർത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ആ സെക്ടറിലുള്ള സ്റ്റോക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അവിടെ ഫിനിക്സ് മിൽസ്, അതുപോലെ പ്രസ്റ്റീജ് എസ്റ്റേറ്റ്, മാക്രോടെക് ഡെവലപ്പേഴ്സ്, ശോഭ റിയൽറ്റീസ് തുടങ്ങിയ പല റിയാലിറ്റി സ്റ്റോക്കുകളും നല്ല രീതിയിൽ മുന്നോട്ട് പോയതായിട്ട് കാണാം. ആ ഒരു റിയാലിറ്റി ഇൻഡെക്സിൽ 8 സ്റ്റോക്കുകൾ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തപ്പോൾ വെറും 2 സ്റ്റോക്കുകൾ മാത്രമാണ് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തത്. അത് ബ്രിഗേഡ് എൻ്റർപ്രൈസസും അതുപോലെ മഹീന്ദ്ര ലൈഫ് സ്പൈസസ് എന്ന് പറയുന്ന സ്റ്റോക്ക് മാത്രമാണ് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തത്. ഇതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട സെക്ടർ മുന്നേറ്റം നടത്തിയത് ഓട്ടോ സെക്ടറാണ്. ഇവിടെ 2 വിധത്തിലുള്ള മുന്നേറ്റം നമുക്ക് പ്രകടമാകും. ഒന്ന്, ഈ ടാക്സ് ഇളവ് കാരണം ജനങ്ങളുടെ കയ്യിൽ പണം വന്നതുകൊണ്ട് തന്നെ വെഹിക്കിൾ സെഗ്മെൻറ്റിൽ നല്ലൊരു വിൽപ്പനയ്ക്ക് സാധ്യതയുണ്ട് എന്ന ഒരു പ്രതീക്ഷ ഒരു ഭാഗത്തും, അതേപോലെ EV വെഹിക്കിളിൻ്റെ മാനുഫാക്ചറിങ് പ്രോത്സാഹിപ്പിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് EV കമ്പോണൻറ്റ്സ്, അതിൻ്റെ റോ മെറ്റീരിയൽസ് പലതും ഇറക്കുമതി ചെയ്യുമ്പോൾ അതിൻ്റെ ബേസിക് കസ്റ്റം ഡ്യൂട്ടി എടുത്തു കളയുന്ന രീതിയിൽ പല ക്രിട്ടിക്കൽ മിനറൽസിൻ്റെയും പ്രത്യേകിച്ച് ഈ ബാറ്ററി നിർമ്മാണത്തിനൊക്കെ ഉപയോഗിക്കുന്ന പല മെറ്റീരിയൽസിൻ്റെയും ഒക്കെ കസ്റ്റംസ് ഡ്യൂട്ടി എടുത്തു കളഞ്ഞത് ആ സ്റ്റോക്കുകളിലൊക്കെ പൊതുവെ ഒരു ഉണർവുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഈ EV മേഖലയിലുള്ള പ്രധാനപ്പെട്ട റോ മെറ്റീരിയൽസ് ആയിട്ടുള്ള കോബാൾട്ട് പൗഡർ, ലിത്യം അയൺ ബാറ്ററി, അതുപോലെ ലെഡ്, സിങ്ക് പോലെയുള്ള പല ക്രിട്ടിക്കൽ മിനറൽസിൻ്റെയും കസ്റ്റംസ് ഡ്യൂട്ടിയാണ് ഒഴിവാക്കി കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ബാറ്ററി നിർമ്മാണത്തിനാവശ്യമായിട്ടുള്ള ഇറക്കുമതിക്കേണ്ട പല എക്യുപ്മെൻറ്റുകളുടെയും ഇതേപോലെയുള്ള ടാക്സുകൾ ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിൽ ഇലക്ട്രിക് വെഹിക്കിൾ നിർമ്മാണ രംഗത്ത് ആ കമ്പനികൾക്കൊക്കെ നല്ലൊരു പ്രോത്സാഹനമായി മാറുകയും അതുവഴി ഇലക്ട്രിക് വെഹിക്കിൾ ഒരു അഫോർഡബിൾ ആയ ലെവലിലേക്ക് വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കാരണം ഇപ്പോൾ ആളുകൾ ഇലക്ട്രിക് വെഹിക്കിൾ വാങ്ങാതിരിക്കുന്നത് അതിൻ്റെ ഹൈ കോസ്റ്റ് കാരണമാണ്. അപ്പോൾ ഈ ബാറ്ററി എക്സ്പെൻസസ് ഒക്കെ കുറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല സെയിൽസ് ഈ മേഖലയിലുണ്ടാവും. അതായിരിക്കാം
ഓട്ടോ സെഗ്മെൻറ്റിൽ നല്ലൊരു മുന്നേറ്റം ഇന്ന് കാണാൻ പറ്റുന്നത്. മാരുതി, ഐഷർ മോട്ടോഴ്സ്, ടി വി എസ് മോട്ടോഴ്സ്, ബജാജ് ഓട്ടോ, മഹീന്ദ്ര പോലെയുള്ള സ്റ്റോക്കുകളൊക്കെ നല്ല രീതിയിൽ ഇന്ന് റാലി നടന്നതായിട്ട് കാണാം. അതേപോലെ ബാറ്ററി സെഗ്മെൻറ്റിലുള്ള എക്സൈഡ് ഇൻഡസ്ട്രീസ്, അമരരാജ ബാറ്ററി, അതൊക്കെ നല്ല രീതിയിൽ ഇന്ന് റാലി നടന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട സെഗ്മെൻറ്റ് മുന്നേറ്റം കാണിച്ചത് ലെതർ ആൻഡ് ഫുട്വെയർ പ്രൊഡക്ട്സിൻ്റെ മേഖലയാണ്. അവിടെ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിൻ്റെ പ്രൊഡക്റ്റുകളുടെ ആ ഒരു ഉൽപ്പാദന വർധനവിന് വേണ്ടിയിട്ട് ബജറ്റിൽ പല സ്കീമുകൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സ്കീമുകളുടെ ഭാഗമായിട്ട് ഏകദേശം 22 ലക്ഷം ആളുകൾക്ക് ഈ മേഖലയിൽ തൊഴിൽ ലഭിക്കുന്ന സ്കീമുകളാണ്. കൂടാതെ 400 കോടിയോളമാണ് വിറ്റുവരവ് പ്രതീക്ഷിക്കുന്നത്. എക്സ്പോർട്ട് രംഗത്ത് 1.1 ലാക്ക് ക്രോറിൻ്റെ ഒരു എക്സ്പോർട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. ആ രീതിയിലുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രഖ്യാപനമാണ് ഇന്ന് ബജറ്റിൽ ഈ ലെതർ റിലേറ്റഡ് ഫുട്വെയർ പ്രൊഡക്റ്റുകളുടെ സെക്ടറിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെതായിട്ട് നമുക്ക് കാണാൻ പറ്റും, മിർസ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ലെതർ റിലേറ്റഡ് സ്റ്റോക്കിൽ 19% റാലിയാണ് നടന്നത്. കൂടാതെ ക്യാമ്പസ് ആക്റ്റീവ് വെയർ, ബാറ്റ, മെട്രോ ബ്രാൻഡ്സ്, അതുപോലെ ലിബർട്ടി ഷൂസ് പോലെയുള്ള സ്റ്റോക്കുകളിലും 5% മുകളിലുള്ള ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട സെക്ടർ ബജറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അഗ്രികൾച്ചർ സെക്ടറാണ്. അപ്പോൾ ആ സെഗ്മെൻറ്റിനെ ബൂസ്റ്റ് ചെയ്യാൻ പല പ്രഖ്യാപനങ്ങളും കാണുകയുണ്ടായി. 6 വർഷത്തെ ഒരു പൾസ് മിഷൻ പ്രോഗ്രാം, അതേപോലെ PM ധന്യ കൃഷി യോജന പോലെയുള്ള പ്രഖ്യാപനത്തിലൂടെ 1.7 ക്രോർ കർഷകർക്ക് ഏകദേശം 100ഓളം ഡിസ്ട്രിക്റ്റുകളിൽ ഈ പദ്ധതി നടപ്പിലാക്കാനുള്ള പ്രഖ്യാപനമാണ് ബജറ്റിലുണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ ഒരു പ്രഖ്യാപനം വലിയ തോതിൽ അഗ്രികൾച്ചർ സെഗ്മെൻറ്റിലുള്ള സ്റ്റോക്കുകളിൽ പ്രതിഫലിക്കുന്നില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. ഉദാഹരണത്തിന് ഫെർട്ടിലൈസേഴ്സ് സ്റ്റോക്കുകളിലെ പ്രധാനപ്പെട്ട സ്റ്റോക്കുകളായിട്ടുള്ള കോറമാൻഡൽ, ചാമ്പാൽ ഫെർട്ടിലൈസേഴ്സ് പോലുള്ള സ്റ്റോക്കുകൾ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. പക്ഷേ പാരദീപ് ഫോസ്ഫേറ്റ്, അതുപോലെ ഗുജറാത്ത് സ്റ്റേറ്റ് ഫെർട്ടിലൈസർ ആൻഡ് കെമിക്കൽ അഥവാ GSFC പോലെയുള്ള സ്റ്റോക്കുകളിൽ നേരെ മുന്നേറ്റം. അതുപോലെ സീഡ് വേസ്റ്റ് ആയിട്ടുള്ള കാവേരി സീഡ്സിൽ ഒരു മുന്നേറ്റം ഉണ്ടായി. അതേപോലെ അവന്തി ഫീഡ്സ് എന്ന് പറയുന്ന ഷ്രിംപ് റിലേറ്റഡ് ആയിട്ടുള്ള ആ സ്റ്റോക്കിലും ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒരു മിക്സഡ് റിയാക്ഷനാണ് അഗ്രികൾച്ചർ മേഖലയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അത് വലിയ ആവേശത്തോടെ ഈ പ്രഖ്യാപനങ്ങൾ സ്വീകരിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം നടന്നിട്ടുള്ളത് ഇൻഷുറൻസ് മേഖലയിലാണ്. അവിടെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇപ്പോഴുള്ള 74%-ൽ നിന്ന് 100% ഉയർത്താൻ ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുകയാണ്. ഇതൊരു പ്രധാനപ്പെട്ട ഒരു എക്കണോമിക് ഡിസിഷനാണ്. കാരണം ഇത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് ലോങ് ടേം ആയിരിക്കും. കാരണം ഫോറിൻ കമ്പനികൾ നമ്മുടെ ഇന്ത്യൻ ഇൻഷുറൻസ് മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ശക്തമായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ഡൊമസ്റ്റിക് കമ്പനികളുമായിട്ട് സ്വാഭാവികമായിട്ടുണ്ടാകും. അപ്പോൾ ഇത് കാരണം ജനങ്ങൾക്കിടയിൽ ഇൻഷുറൻസ് അവയർനെസ് വർദ്ധിക്കാൻ ചിലപ്പോൾ അത് കാരണമാകും. അതിൻ്റെ ഭാഗമായിട്ട് സെയിൽസിലൊക്കെ ഇമ്പ്രൂവ് ഉണ്ടായേക്കാം. പക്ഷേ മൊത്തത്തിൽ ഇതിനെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ടാണ് മാർക്കറ്റിൽ കാണാൻ കഴിയുന്നത്. കാരണം LIC വെച്ചിട്ട് എല്ലാ ഇൻഷുറൻസ് സ്റ്റോക്കുകളും ഇന്ന് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. മറ്റൊരു സെഗ്മെൻറ്റ് ഗോൾഡ് ജ്വല്ലറി ആ ഒരു സെഗ്മെൻറ്റാണ്. അപ്പോൾ അവിടെ താരിഫ് ഡ്യൂട്ടി അത് 25%-ൽ നിന്ന് 20%-ആയിട്ട് കുറക്കാൻ ഒരു തീരുമാനമുണ്ടായി. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ടും ജ്വല്ലറി സെഗ്മെൻറ്റിൽ നല്ല തോതിലുള്ള ഡിമാൻഡ് വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യ പ്രധാനപ്പെട്ട ഒരു ജ്വല്ലറി കൺസ്യൂമിങ് രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഡിമാൻഡ് വർദ്ധിച്ചേക്കാം. കൂടാതെ ഓൾറെഡി ഇൻകം ടാക്സ് മേഖലയിൽ കൊടുത്തിട്ടുള്ള ഇളവുകൾ കാരണം ജനങ്ങളുടെ കയ്യിൽ കൂടുതൽ പണം വരുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റിന് ഗോൾഡിനെ ആശ്രയിക്കാനുള്ള സാധ്യതയുണ്ട്. ആ രീതിയിൽ ഉള്ള ഒരു സ്പെക്കുലേഷൻ്റെ ഭാഗമായിട്ട് ഗോൾഡ് ജ്വല്ലറിയിലും മുന്നേറ്റം നമുക്കിന്ന് കാണാൻ പറ്റും. ഈവൻ കല്യാൺ ജ്വല്ലറിയൊക്കെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ സെങ്കോ ഗോൾഡ് പോലെയുള്ള സ്റ്റോക്കുകളും നല്ല രീതിയിൽ മുന്നേറിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ റിന്യൂവബിൾ ഗ്രീൻ എനർജി സെഗ്മെൻറ്റിൽ മാനുഫാക്ചറിങ് മിഷൻ പോലെയുള്ള പല പ്രോഗ്രാമുകളും ബജറ്റ് പ്രസംഗത്തിൽ കാണാൻ കഴിഞ്ഞെങ്കിലും ഉദാഹരണത്തിന് PV സെൽസ്, ഇലക്ട്രോലൈസേഴ്സ്, അതുപോലെ ഗ്രിഡ് സ്കെയിൽ ബാറ്ററി പ്രൊഡക്ഷൻ, അങ്ങനെ മൊത്തത്തിൽ ഇന്ത്യയെ ക്ലീൻ എനർജി ഷിഫ്റ്റിലേക്ക് ഉണ്ടാകാനുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും റിന്യൂവബിൾ മേഖലയില്ല ഗ്രീൻ ആൻഡ് ക്ലീൻ എനർജി സെഗ്മെൻറ്റിൽ വലിയ ചലനം ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് സ്റ്റോക്കുകളുടെ ആ ഒരു പെർഫോമൻസ് മനസ്സിലാകുന്നത്. തുടക്കത്തിൽ നല്ല മുന്നേറ്റം നടത്തിയ പല സ്റ്റോക്കുകളും അവസാനം ക്ലോസ് ചെയ്തത് നെഗറ്റീവിലാണെന്ന് കാണാം. അപ്പോൾ അവിടെ ശക്തമായ പ്രോഫിറ്റ് ബുക്കിംഗ് അവിടെ നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ബജറ്റിൽ ഏറ്റവും നിരാശപ്പെടുത്തിയ 3 മേഖലകളാണ്. ഒന്ന് ഡിഫൻസ് സെക്ടർ. ഡിഫൻസ് സെക്ടറിൽ അലോക്കേഷൻ പ്രതീക്ഷ രീതിയിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് അവിടെ ഒരു നിരാശ ഉണ്ടാക്കിയത്. അതായത് 11.11 ലാക്ക് ക്രോർ ഉണ്ടായ സ്ഥാനത്ത് 11.2 ലാക്ക് ക്രോറായിട്ട് അത് വർദ്ധിച്ചിരുന്നെങ്കിലും അവിടെ അലോക്കേഷന് ഉപയോഗിച്ചിട്ടുള്ളത് പെൻഷനേഴ്സിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ഫണ്ട് അലോക്കേറ്റ് ചെയ്ത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആ മേഖലയിൽ വലിയൊരു മുന്നേറ്റമൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ എല്ലാവരും പ്രതീക്ഷയോടെ കണ്ട ഒരു സെഗ്മെൻ്റ് ആയിരുന്നു ഡിഫൻസ് സെഗ്മെൻറ്റ്. അതേപോലെ റെയിൽവേ സെഗ്മെൻറ്റിലും യാതൊരു ചേഞ്ചസും അലോക്കേഷനിൽ ഉണ്ടായില്ല എന്നുള്ളതും
പൊതുവെ ഇൻവെസ്റ്റേഴ്സിനെ വലിയ തോതിൽ നിരാശപ്പെടുത്തിയിട്ടുണ്ട്. കാരണം 2.51 ലാക്സിൻ്റെ ആ ഒരു 2025 അലൊക്കേഷൻ 2026 തുടരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ കൺസ്ട്രക്ഷൻ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലും വലിയ പ്രഖ്യാപനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ട് പല കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള സ്റ്റോക്കുകളും നെഗറ്റീവിൽ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഡിഫൻസിലുള്ള HAL, അതുപോലെ കൊച്ചിൻ ഷിപ്പ്യാർഡ്, BEML പോലെയുള്ള പല സ്റ്റോക്കുകൾ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. അതുപോലെ LNT പോലെയുള്ള കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള സ്റ്റോക്കുകളൊക്കെ നെഗറ്റീവിലാണ്. അതുപോലെ റെയിൽവേ സെഗ്മെൻറ്റിലുള്ള എല്ലാ സ്റ്റോക്കുകളും നെഗറ്റീവിൽ ക്ലോസ് ചെയ്തിട്ട് കാണാം. അപ്പോൾ മൊത്തത്തിൽ ആ ഒരു PSU റിലേറ്റഡ് ആയിട്ടുള്ള ഡിഫൻസ്, റെയിൽവേ, ഇൻഫ്രാ മേഖലയിലുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രതീക്ഷകളെ പൂർണ്ണമായും തകർക്കുന്ന വിധത്തിലാണ് ഈ ബഡ്ജറ്റ് വന്നിട്ടുള്ളത്. ഇപ്പോൾ പൊതുവേ ബഡ്ജറ്റ് വരുമ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് PSU സെഗ്മെൻറ്റിലുള്ള ഒരു ഗ്രോത്താണ്. പക്ഷേ അത് പൂർണ്ണമായിട്ടും ഇല്ലാത്ത രീതിയിലുള്ള ഒരു ബഡ്ജറ്റാണ് ഇപ്രാവശ്യം അവതരിപ്പിച്ചിട്ടുള്ളത്. കൂടാതെ ഇപ്രാവശ്യം യഥാർത്ഥത്തിൽ മൊത്തത്തിലൊരു ഷിഫ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് മിഡിൽ ക്ലാസ്സിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള, അതേപോലെ റൂറൽ ഡിമാൻഡിനെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ജനപ്രിയ ബഡ്ജറ്റാക്കാനാണ് ഈ ബഡ്ജറ്റ് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ FMCG, അതുപോലെ ഈ കൺസ്യൂമർ ഡ്യൂറബിൾസ്, അഗ്രികൾച്ചറുടെ ചില മേഖലകൾ, അതേപോലെ EV വെഹിക്കിൾ സെഗ്മെൻറ്റ്, ലെതർ പ്രൊഡക്റ്റ് പോലെയുള്ള അപൂർവം ചില സെക്ടറുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ പൊതുവെ ബഡ്ജറ്റിൽ പല സ്റ്റോക്കുകളും പ്രതീക്ഷിച്ച മുന്നേറ്റം നടത്തിയിട്ടില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.